എന്താ പരമേശ്വര? സാറേ, ഇന്നിപ്പോ എന്ത് കുഴപ്പം സാറേ അവൾ ഉണ്ടാക്കിയത്? എന്താ പരമേശ്വര? തനുജ അവിടെ വന്ന് കുഴപ്പം വല്ലതും കാണിച്ചോ സാറേ? ഇന്നിതുവരെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഏത് സമയം വേണോ പ്രശ്നമായിട്ട് വരാലോ. അല്ല, അപ്പൊ പിന്നെ പ്രഭാവതി മേഡം പോലീസ് പരാതി കൊടുത്തതോ? പ്രഭ പരാതി കൊടുത്തെന്നോ? പരമേശ്വരൻ എന്താ ഈ പറയുന്നേ? അതെ സാറേ, മാഡം തനൂജയ്ക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തു. പോലീസുകാർ ഇവിടെ വന്ന് അവളെ പിടിച്ചോണ്ട് പോയി. പരമേശ്വരൻ എന്താ ഈ പറയുന്നേ? ഇതെപ്പോഴാ സംഭവിച്ചത്? സാറേ, ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയതേ ഉള്ളൂ. അല്ല, കാര്യം അവൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കണ്ണിന് മുമ്പിൽ വെച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയത് കണ്ടപ്പോ ഒരു പെടച്ചിൽ സാറേ. സാറ് മാഡത്തിനോടും സംസാരിക്കാവോ? ചിലപ്പോ എന്തെങ്കിലും ഗൗരവമുള്ള വിഷയം നടന്നു കാണും, സാററിയാഞ്ഞിട്ടാവും. പരമേശ്വരൻ ഫോൺ വെച്ചോ, ഞാൻ അന്വേഷിക്കാം. സാറേ, ഒരു മിനിറ്റ്, ഞാൻ സുജാതയ്ക്കൊന്ന് കൊടുക്കാവേ. സാറേ, അവളെ ഉപദ്രവിക്കരുതെന്ന് പറയണേ സാറേ. സ്വന്തം മോളല്ലെങ്കിലും മോളായിട്ട് വളർത്തിക്കൊണ്ട് വന്നതല്ലേ ഞങ്ങള്. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ സ്റ്റേഷനിൽ നേരിടുകയല്ല, വേണ്ടത് ചെയ്യാം. അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയത് തന്നെയാവും. എന്നാലും ഞങ്ങൾക്ക് അവളല്ലേ ഉള്ളൂ സാർ. ഞാൻ വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞില്ലേ? പ്രഭ അവൾക്കെതിരെ കേസ് കൊടുക്കേണ്ട സാഹചര്യം എന്താന്ന് ഞാനൊന്നറിയട്ടെ. ശരി സാർ. ശരി. അവളിങ്ങനെ ഓരോന്നും ചെയ്തിട്ട് നമ്മള് സാറിനെ ബുദ്ധിമുട്ടിക്കാന്ന് വെച്ചാ നമ്മൾ പിന്നെ ആരോട് പറയും? എന്തായാലും സാർ ഒരു പരിഹാരം കാണും. അച്ഛാ. ആ മോളെ, ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോവാ. എന്താ അച്ഛാ? ഇപ്പൊ പരമേശ്വരൻ വിളിച്ചിരുന്നു. തനുജയെ അവളുടെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന്. അവള് വീട്ടിൽ ബഹളം ഉണ്ടാക്കിയോ? അതോ പുതിയ എന്തെങ്കിലും കേസാണോ? പ്രഭ അവൾക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളൊന്നും അറിയാനും വയ്യ. ആണോ? അതിനുവേണ്ടിയാണോ അമ്മ ഒന്നും പറയാതെ പോയത്? എന്തായാലും ഞാനത് അങ്ങോട്ട് പോട്ടെ മോളെ, കാര്യങ്ങൾ അറിയട്ടെ. അച്ഛാ, ആ, ഞാനും വരാം. വേണ്ട, സ്റ്റേഷനിൽ നിന്ന് വന്ന് മോളും ബുദ്ധിമുട്ടണ്ട. ഇല്ല അച്ഛാ, ഞാനും വരാം. അമ്മ തിരിച്ചെത്തിയിട്ടില്ലല്ലോ. പോലീസ് സ്റ്റേഷനിൽ അച്ഛനെ അവളെ ഒരുമിച്ച് കണ്ട അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. വേണ്ട, അച്ഛൻ തനിച്ചു പോവാൻ ഞാൻ സമ്മതിക്കില്ല. സത്യങ്ങൾ എന്താണെന്നറിയാതെയാ അമ്മയെ നന്ദു ഓരോന്നൊക്കെ ചെയ്യുന്നേ. അവരെ പോലെ അല്ല ഞാൻ. ഇതൊക്കെ എങ്ങനെ പരിഹരിക്കണമെന്ന് അച്ഛൻ തീരുമാനിക്കുന്നത് വരെ ഞാൻ കൂടെ ഉണ്ടാവും. അച്ഛൻ വേഗം റെഡിയാവ്, ഞാൻ നന്ദുവിനെ ഒന്ന് വിളിച്ചോട്ടെ. ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി വന്നതാ. കുറച്ച് താമസിക്കും തിരികെ വരാനായിട്ട്. അവളെ കിടക്ക്. വാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.